നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 നിന്നും 40 ഉയർത്തിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അല്ലെ? അത് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു അവസരം തന്നെയാണ് വരുന്നത്. എന്നാൽ ഈ ഒരു മാറ്റത്തിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നത് 4 വർഷത്തെ വർധനവ് മാത്രമല്ല, ഇനി ഒരുപാട് ആളുകൾക്ക്, ഏകദേശം ഒരു 15 ലക്ഷം ആളുകൾക്ക് പുതിയ അവസരങ്ങൾ കൂടിയാണ്. അപ്പൊ നമ്മളുമായി കോമ്പീറ്റ് ചെയ്യാനുള്ള ആളുകളുടെ എണ്ണവും അതിനോടൊപ്പം തന്നെ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസോട് കൂടെ തന്നെ ഇനി വരാനിരിക്കുന്ന പരീക്ഷകളെ നമ്മൾ നോക്കി കാണുക തന്നെ വേണം. ഓക്കെ, അപ്പൊ വരാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്? LP-UP പരീക്ഷകൾക്കും പോലീസ് എക്സാമുകൾക്കുമെല്ലാം ഈ പറയുന്ന ഭേദഗതി പ്രാബല്യത്തിലുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. തോൽവീതിയിൽ വന്നിട്ടുള്ള ചെറിയൊരു അപ്ഡേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പോൾ ഈ 2026 വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 പരീക്ഷകളാണ് ബെവ്കോ LDC VFA എന്നുള്ളത് അല്ലെ. 10th പ്രിലിംസ് അതേപോലെ തന്നെ മെയിൻസ് പരീക്ഷകളുടെ സിലബസ് അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ബെവ്കോ LDC VFA പരീക്ഷകൾക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇതിനായി ഒരു സ്പെഷ്യൽ കോംബോ ഓഫറോട് കൂടിയാണ് കോഴ്സുകൾ ആരംഭിക്കുന്നത്. ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, VFA പോലെയുള്ള 10th ലെവൽ +2 ലെവൽ പരീക്ഷകൾക്കായിട്ട് പുതിയ പ്രീമിയം മെന്റർഷിപ്പോട് കൂടെ തന്നെ കോംബോ കോഴ്സുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ബെവ്കോ LDCക്കോ VFAക്കോ അപേക്ഷിച്ചവർക്ക് മാത്രമല്ല, 10th ലെവൽ ആയിട്ടുള്ള ഏത് പരീക്ഷയ്ക്കാണെങ്കിലും തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കോഴ്സ് 100% നിങ്ങൾക്ക് വേർത്ത് ആയിരിക്കും. അത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സും ലൈവുകളും PDF നോട്ടുകളും നിരവധി മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും എല്ലാം മെന്റർഷിപ്പോട് കൂടെ തന്നെയാണ് വെറും 1250 രൂപയ്ക്ക് എക്സാം വരെ, അതായത് നമുക്കൊരു 1 ഇയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പ്രായപരിധി ഉയർത്തി എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷൻസ് ആദ്യം നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അധിക അവസരം ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം അല്ലെ. 2022 പ്രായപരിധി അവസാനിച്ച് 2023 മുതൽ അപേക്ഷ നൽകാൻ കഴിയാതെ പോയവർ, അതായത് 18 മുതൽ 36 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 2/1/1990 മുതൽ 1/1/2008 വരെയുള്ള ആളുകൾക്കാണ് ഇതുവരെ അപേക്ഷ അയക്കാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം 4 വർഷത്തെ വർധനവാണ് വന്നിരിക്കുന്നത്. ഈ വർധനവ് നടപ്പിലാക്കുമ്പോൾ 2/1/1986 മുതൽ 1/1/2008 വരെയുള്ളവർക്ക് കൂടെ അപേക്ഷ അയക്കാനുള്ള അവസരങ്ങൾ ഇനി ലഭിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 15 ലക്ഷം ആളുകൾക്ക് കൂടെ പുതിയതായി അപേക്ഷകർ അല്ലെങ്കിൽ അവസരങ്ങൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC/ST വിഭാഗത്തിലുള്ളവർക്ക് 5 വർഷത്തെയും ഇളവുകളാണ് ഇനി നമുക്ക് ലഭിക്കുക. ഓക്കെ, അതായത് നമുക്ക് ജനറൽ ആണ് എന്നുണ്ടെങ്കിൽ 40 വരെയും, OBC ഉള്ളവർക്ക് 43 വരെയും, അതേപോലെ SC/ST വിഭാഗത്തിലുള്ളവർക്ക് 45 വയസ്സ് വരെയും ഇനി അപേക്ഷ അയക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വരാനിരിക്കുന്ന LP-UP പരീക്ഷ അല്ലെ. LP-UPയുടെ എക്സാം വരുന്നത് 2027 അപ്പൊ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ മാത്രമേ ഒരു ഉയർന്ന റാങ്കിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ വർഷം കൂടുന്തോറും LP-UP പരീക്ഷയുടെ നിലവാരം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കുറച്ച് അത്യാവശ്യം ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നിയമനങ്ങളും ഇപ്പൊ കുറവല്ലേ മിസ്സേ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, കമന്റ്സിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിയമനങ്ങൾ ഇനി ഒരു എന്താണെങ്കിലും ഉണ്ടാവും. സ്കൂളുകൾ ഉള്ളവരെ അധ്യാപകർ ഇല്ലാതിരിക്കില്ലല്ലോ. അപ്പൊ അധ്യാപക നിയമനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്, അത് ഇനി നടക്കുകയും ചെയ്യും. ഇപ്പൊ ചെറിയ നിയമവശങ്ങളും കാര്യങ്ങളും കാരണം ചെറുതായിട്ടൊന്ന് പെൻഡിങ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ മാർച്ചോട് കൂടെ തന്നെ അത് പുനഃസ്ഥാപിക്കപ്പെടും, നല്ല രീതിയിലുള്ള നിയമനങ്ങൾ നടക്കും. പക്ഷെ ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിയാലേ എത്രയും പെട്ടെന്ന് തന്നെ സ്വപ്ന ജോലിയായ LP-UP അധ്യാപനം അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂൾ അധ്യാപനം എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഇരിക്കുള്ളൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടോ നല്ലൊരു റാങ്കിലേക്ക്, ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്കിലേക്ക് ഉയരാൻ വേണ്ടി പഠിക്കുക, ലിസ്റ്റിന്റെ ഏതെങ്കിലും ഒരു അറ്റത്തേക്ക് എത്താൻ വേണ്ടിയല്ല. അപ്പൊ ഈ പ്രായപരിധി LP-UPക്ക് ഇനി ബാധകമായിരിക്കുമോ എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം അല്ലെ. അധ്യാപക തസ്തികകളായിട്ടുള്ള LP-UP അതേപോലെ തന്നെ HSA, HSST പോലെയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ അപ്ഡേഷൻസ് ഇപ്പോൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുതുക്കിയ പ്രായപരിധിയുടെ ആനുകൂല്യം ലഭിക്കുമോ എന്നതിൽ വ്യക്തത വരാനുണ്ട്. LPST, UPST, HST പരീക്ഷകൾക്ക്
ജനറൽ വിഭാഗത്തിലുള്ളവരാണെങ്കിൽ 18 മുതൽ 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. OBC ആണ് എന്നുണ്ടെങ്കിൽ 43 വരെയും, SC/ST വിഭാഗത്തിലുള്ളവർക്ക് 45 വരെയും തന്നെയാണ് ഈ പറയുന്ന ഉത്തരവ് വരുന്നതിന് മുൻപും അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. നിലവിലും ഇതേ സാഹചര്യമാണ് തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ HSST പരീക്ഷകളുടെ ഡേറ്റ് ഒക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. HSSTക്ക് 20 മുതൽ 40 വയസ്സ് വരെയാണ് നിലവിലെ പ്രായപരിധി. അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇനി പുതിയ വിജ്ഞാപനങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നിയമപരമായ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ വരാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ 4 വർഷത്തെ ഇളവ് അധ്യാപക തസ്തികകളിൽ ബാധകമാക്കിയാൽ ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 44 വയസ്സ് വരെയും, OBC ഉള്ളവർക്ക് 47 വയസ്സ് വരെയും, SC/ST വിഭാഗത്തിലുള്ളവർക്ക് 49 വയസ്സ് വരെയും അപേക്ഷ അയക്കാനായിട്ട് സാധിക്കും. എന്താണ് ബാധകമാക്കിയാൽ എന്ന് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ ആക്കിയിട്ടില്ല കേട്ടോ, അതിനെക്കുറിച്ച് കൃത്യമായ ക്ലാരിഫിക്കേഷൻസ് ലഭിച്ചിട്ടില്ല. ഇനി പോലീസ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പരിശീലനം ആവശ്യമുള്ള സേനാ വിഭാഗ തസ്തികകളായ പ്രായപരിധി ഉയർത്തുമോ എന്നതിനും വ്യക്തത ഇതുവരെയായി വന്നിട്ടില്ല. ഇപ്പോഴുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. ഓക്കെ, 4 വർഷത്തെ വർധനവ് ഈ വിഭാഗത്തിലെ നിയമനങ്ങൾക്ക് ബാധകമാക്കിയാൽ ജനറലിലുള്ളവർക്ക് 30 വയസ്സ് വരെയും, OBC-കാർക്ക് 33 വരെയും, SC/ST വിഭാഗത്തിലുള്ളവർക്ക് 35 വയസ്സ് വരെയും ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പുതിയ വിജ്ഞാപനത്തില് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം അല്ലെ. ഈ പറയുന്ന നിയമം വരുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഭേദഗതി വരുന്നത് എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 27-നാണ്. ഫെബ്രുവരി 28-ലെ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച PSC വിജ്ഞാപനത്തിൽ പ്രായപരിധിയിലെ വർധന നടപ്പിലാക്കിയിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിൽ 1ാം ഗ്രേഡ് ഓവർസിയർ, 1ാം ഗ്രേഡ് ഡ്രാഫ്റ്റ്മാൻ, പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ഉൾപ്പെടെ 11 തസ്തികകൾക്കാണ് ഇപ്പോൾ ഒരു വിജ്ഞാപനം ഫെബ്രുവരി 28-ാം തീയതി വന്നിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന അപ്ഡേഷനുകൾ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ 18 മുതൽ 36 എന്ന രീതിയിലാണ്, അതായത് പഴയ പ്രായപരിധിക്ക് അനുസരിച്ച് തന്നെയാണ് നിയമനങ്ങൾ വന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് ഫെബ്രുവരി 27 പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ പ്രായപരിധി വർധനവ് ഈ വിജ്ഞാപനത്തിൽ ആക്കിയിട്ടില്ല. PSC കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്കിപ്പോ ലഭിച്ചിട്ടുള്ള അപ്ഡേഷൻസ്. അപ്പൊ തൊഴിൽവീതിയിലൂടെ വന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. പ്രായപരിധി ഉയർത്തുകയോ കൂട്ടുകയോ പ്രായപരിധി കഴിയുന്നവരെ പരീക്ഷ എഴുതുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കായി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓരോ ദിവസവും നല്ല രീതിയിൽ ഇന്ന് നമ്മൾ എത്ര പഠിച്ചു അതിനേക്കാളും 4 പോയിന്റ് കൂടുതൽ അടുത്ത ദിവസം പഠിക്കണം. അടുത്ത വർഷത്തെ നോബൽ പ്രൈസും പുരസ്കാരങ്ങളും ഒക്കെ പഠിച്ച് അടുത്ത കറണ്ട് അഫയേഴ്സും പഠിച്ചിരിക്കേണ്ട അവസരം ഉണ്ടാക്കരുത്. ഇപ്പോഴുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോവുക. അടുത്ത ഒരു പരീക്ഷ ആകുമ്പോഴത്തേക്കും ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത പുരസ്കാരങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്കും ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉയർത്തിയ അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാതെ കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക, നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ടെവ്കോ LDC, VFA, കമ്പനി ബോർഡ് LGS എന്നിവയുടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ കോംബോ കോഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ട്. 10th പ്രിലിംസിനും മെയിൻസിനും ഒക്കെ തയ്യാറെടുക്കുന്നവർക്ക് എന്താണെങ്കിലും അത്രയും യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങളുടെ പഠനം ഊർജിതമാക്കുക. ഇനി അവസരങ്ങൾ മുന്നോട്ട് ഒരുപാട് ഉണ്ടാവും. അതല്ല, അടുത്ത പരീക്ഷ നമ്മുടെ അവസാനത്തെ പരീക്ഷയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പഠിക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു ചൂടോടുകൂടെ തന്നെ പഠിക്കാനും നല്ലൊരു മാർക്ക് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക. അടുത്ത ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾ ഉൾപ്പെടും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ നല്ല രീതിയിൽ പഠിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.